തുടരുകയാണ്. നമ്മുടെ നാടിനെ അടച്ചു ഭരിച്ച വെള്ളക്കാർക്കെതിരെ സ്വന്തം ജീവൻ പണയം വെച്ച് ധീരനായി പോരാടിയ കുന്നത്ത് കുഞ്ഞമ്മദാജിയുടെ കഥയാണിത്. ഞങ്ങൾ പറയുന്ന കഥയുടെ പേര് വാര്യം കുന്നത്ത് കുഞ്ഞമ്മദാജി. അതെ, മലയാള രാജ്യത്തിന്റെ മാപ്പിള സുൽത്താൻ. സർവ്വതയുമഖിലവുമോദി ഞങ്ങൾ പാടുന്നേ, ബിസ്മിയും സദാ സലാമും ഹംദുമോതുന്നേ. വീരരാം തിരുനേതാ, വീരരാം പരജേതാ, വീരരാം തിരുനേതാ, വീരരാം പരജേതാ. വാരിയൻ കുന്നന്റെ ചരിതം ഏറ്റമേറുന്നേ, വാനലോകം വാഴ്ത്തിടുന്ന കഥകളൂറുന്നേ. 1875 ഒരു പ്രഭാതം ഏറനാടുകളെല്ലാം വളരെ കൗതുകത്തിലാണ്. പ്രശസ്തരായ ചക്കിപ്പറമ്പ് തറവാട്ടിലേക്കാണ് എല്ലാവരും ഓടിച്ചെല്ലുന്നത്. എങ്ങോട്ട് പോകുന്നത്? എന്തത്ര കൗതുകം അറിഞ്ഞില്ലേ? ചക്കിപ്പറമ്പത്തെക്കാരൻ മൊയ്തീൻകുട്ടി ആചുക്കും കുഞ്ഞാശുക്കും ഒരു കുഞ്ഞു പിറന്നിരിക്കുന്നു. ചെറുകളെ കുഞ്ഞിനെ കാണാൻ നാട്ടുകാരെല്ലാവരും വന്നു. പ്രിയപ്പെട്ടവരാണ് കുഞ്ഞാമതേന്ന് വിളിച്ചു. ഉപ്പിനെ കൃഷിയെ സഹായിച്ചും പഠനത്തിലും ആയോധന കലയിലും ഒരുപോലെ മികവ് പുലർത്തി ചെറുള്ള യുവാവാളുണ്ടാകുന്ന കുഞ്ഞാമതിന്റെ മനസ്സിൽ ബ്രിട്ടീഷുകാരുടെ അടങ്ങാത്ത പകയാണ് ഉണ്ടായിരുന്നത്. അതിന് ചില കാരണങ്ങളുണ്ടായിരുന്നു. എന്താണെന്നല്ലേ? ചാരത്ത് നിറമരതരുത്, അടിപിടി നടുത്, ദേഹത്തെ കടയിൽ പൊടിയും പുലരൊളിപ്പതിയാൽ. ചാരത്ത് നിറമരതരുത്, അടിപിടി നടുത്, ദേഹത്തെ കടയിൽ പൊടിയും പുലരൊളിപ്പതിയാൽ. പടകളമേറ്റീരും പടവുകളേറ്റീരും പകവരമൂറ്റത്തിൻ മകളുകളായെത്തി. പടകളമേറ്റീരും പടവുകളേറ്റീരും പകവരമൂറ്റത്തിൻ പകലുകളാഴത്തിൽ. ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചെത്തിയ കുഞ്ഞാമതിന് കേൾക്കാൻ സാധിച്ചത് തന്റെ പ്രിയപ്പെട്ട പിതാവിനെ അക്രമം ആരംഭിച്ച അന്തമാനിലേക്ക് നാട് കടത്തിയിരിക്കുന്നതാണ്. ധീരനായ കുഞ്ഞാമതിന്റെ പ്രതികരണമായിരുന്ന വെള്ളക്കാർ സ്വന്തം നാടായ നെല്ലിക്കുത്തിലേക്കുള്ള പ്രവേശനം പോലും വിലക്കി വ്യാജ കേസുകളുണ്ടാക്കി അദ്ദേഹത്തെ തടവിലാക്കാൻ ശ്രമിച്ചു. അങ്ങനെ വെള്ളക്കാരോടുള്ള തീവ്രമായ വെറുപ്പ് വാര്യം കുന്നത് കുഞ്ഞാമദാജിയുടെ മനസ്സിൽ ആളിക്കത്തി. അതിനിടയിലും ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങളിൽ അദ്ദേഹം സജീവമായി പങ്കെടുത്തു. ഈ അക്രമങ്ങളുടെയും പ്രതിരോധങ്ങളുടെയും ശബ്ദ കോലാഹലങ്ങൾക്കിടയിലാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് ധീരയും സുമുഖിയും സുന്ദരിയുമായ ബാളുവച്ചമ്മ കടന്നു വരുന്നത്. വെള്ളക്കാരുടെ തീ തുപ്പുന്ന തുപ്പാക്കികൾക്ക് മുമ്പിൽ നെഞ്ചു വിരിച്ചെടുക്കാൻ അദ്ദേഹത്തിന് പ്രേതയും പിൻബലം നൽകിക്കൊണ്ടിരുന്നു. 1920 പുതിയൊരു വഴിത്തിരിവായിട്ടായിരുന്നു ആ വാർത്ത എത്തുന്നത്. എന്താണെന്നല്ലേ? സത്യത്തിൻ പാതയുറച്ചൊരു മൗനം ശത്രുവിൻ കോട്ടയായി ഉടനാം വിളിപ്പിടലായി ജയമേറും ഹർബിലായി പടമുന്നണി നീട്ടി വരച്ചൊരു കൗമിന്റെ നേതൃനിരത്തിടലായി. സത്യത്തിൻ പാതയുറച്ചൊരു മമ്പുറം ശത്രുവിൻ കോട്ടയായി ഉടനാം വിളിപ്പിടലായി ജയമേറും ഹർബിലായി പടമുന്നണി നീട്ടി വരച്ചൊരു കൗമിന്റെ നേതൃനിരത്തിടലായി. അതെ, അമ്പലത്തെ കിഴക്കേ പള്ളിയിൽ ആയുധം ശേഖരിച്ചെന്നാരംഭിച്ച് വെള്ളക്കാർ പള്ളി വളഞ്ഞു. അക്കാപാലികൾ പള്ളിയിലേക്ക് കൂട്ടിട്ട് കയറി. പള്ളി തകർക്കപ്പെട്ടു എന്ന വാർത്ത കൂടി പറഞ്ഞതോടെ ശുഭിതരായ മാപ്പിളമാർ പോർക്കളത്തിലേക്ക് കുതിച്ചു പാഞ്ഞു. പിശുങ്കണ്ണുകളുടെ ഗർജനങ്ങൾക്ക് മുമ്പിൽ മാപ്പിളമാരുടെ തക്ബീർ നാട്യങ്ങളും അതുപോലെ തന്നെ അവരുടെ വടിവാളുകളും അടിയുറച്ചു നിന്നു. പേടിച്ചരണ്ട ബ്രിട്ടൻ വിരണ്ടോടി. അങ്ങനെ കീഴിൽ നിർമ്മിച്ചെടുത്ത ബ്രിട്ടീഷ് സമാന്തര ഭരണം ഒരു 10 ദിവസം മാത്രമാണ് തെളിയിച്ചതെങ്കിൽ പിന്നീട് അങ്ങോട്ട് വാര്യം കുന്നന്റെ തേരോട്ടമായിരുന്നു. ഏറനാട്, വള്ളനാട്, കോഴിക്കോട്, പൊന്നാനി 4 പ്രവിശ്യകളാക്കി തിരിച്ചു 234 ഭരണ പ്രദേശങ്ങളായി സുൽത്താൻ വാര്യം കുന്നന്റെ മലയാള രാജ്യം ബ്രിട്ടീഷുകാരുടെ പേടി ശക്തമായി കൊണ്ടു. ലോകമകന് മടക്കി മരിച്ച വെള്ളക്കാരെ മരച്ചവരെത്താൻ പ്രാപ്തരായ സുല്യം പെച്ചാലിനെ പടച്ചെടുത്തു വാര്യം കുന്നൻ എന്ന സുൽത്താൻ. വെള്ളക്കാരുടെ ചൂരയ്ക്ക് ചേക്കുട്ടി സാഹിബിനെ തലയാർത്ത് ഉയർത്തി പിടിച്ചുകൊണ്ട് രാജ്യത്തിന്റെ അന്നും
ജില്ലാ സമരം പ്രഖ്യാപിച്ചു വാര്യം കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി. വാര്യം കുന്നനെ കൊണ്ട് പൊറുതി മുട്ടിയ വെള്ളക്കാർ ഇദ്ദേഹത്തെ മരിക്കാനുള്ള ബന്ധങ്ങൾ പറഞ്ഞു. വീരേതിഹാസം എഴുതാൻ പിന്നെ നിന്ന് കുത്തുകയില്ലാതെ മറ്റെന്ത് മാർഗമാണുള്ളത്? അവർ തന്നെ പയറ്റി. ചോരയൂറ്റി ബുദ്ധിമുത്ത ക്രൂരകാരൻ നീരത്തി ഛേദമറ്റ ദേഹമാക്കാൻ ആഗ്രഹത്താൽ വാരത്തി. ചോരയൂറ്റി ബുദ്ധിമുത്ത ക്രൂരകാരൻ നീരത്തി ഛേദമറ്റ ദേഹമാക്കാൻ ആഗ്രഹത്താൽ വാരത്തി. കാകിനിന്റെ പ്രതികാരം കേട്ടിടുന്നേ താഴ്വാരം വീണിടുന്നേ ചതിയേറ്റം ചൊല്ലിടുന്നേ ദിക്റൂറ്റം. ബ്രിട്ടീഷുകാർ മടിക്ക ചതിപ്രയോഗത്തിലൂടെ അദ്ദേഹത്തെ വീട്ടിൽ കുന്നിൽ അടക്കി. മാപ്പ് എഴുതുന്നാൽ മക്കളെ കൊണ്ടുമാകാമെന്ന മോഹൻ വാഗ്ദാനങ്ങൾ അക്ക ഞങ്ങൾക്ക് ഇഷ്ടാണ്. പക്ഷെങ്കില് അന്നപ്പോലത്തെ സൈന്യമാർക്ക് ഈ നാട്ടിൽ കടന്ന് അവിടെ കടന്നു പോയി തന്നെ കുഞ്ഞാങ്ങിനെ കിട്ടൂല. പേടിച്ചെടുത്ത ബ്രിട്ടൻ അദ്ദേഹത്തിന് ഭരണവിധി വിധിച്ചു. ആ കാപ്പാടികൾ എഴുതിൽ കൂടി വിളിച്ചു പറഞ്ഞു, പിറന്ന മണ്ണിനെ ഒറ്റിക്കൊടുത്ത് കിട്ടുന്ന പിച്ചയായി ജീവിതം വിളിക്കേണ്ട. നിങ്ങൾക്ക് എന്നെ കൊല്ലാം. കണ്ണ് കെട്ടി പിന്നെ നിന്ന് വിളിച്ചല്ല, കണ്ണിന്റെ കെട്ടയച്ച് കാഞ്ചി വലിച്ച് നിങ്ങൾ തീർക്കുന്ന ഓരോ വെടിയുണ്ടെങ്കിലും ഇടനെഞ്ചിലേക്ക് വാങ്ങി എനിക്ക് ഭരിക്കണം. കളിമ ചൊല്ലി ഞാൻ പിറന്ന മണ്ണിൽ എനിക്ക് കളിഞ്ഞു ചേരണം. ഞാനില്ല മലപ്പുറം കുന്നുമല്ലേ പടിഞ്ഞാറേ ചെരുവിൽ നിസ്കരിച്ചുകൊണ്ട് രാഹുൽ നന്ദി പറഞ്ഞു. ഇഹം വിട്ടിടും പരവേദ ഇരം പുൽകിടും നിറതീര ഇരുൾ മുട്ടിയ പുതുലോക ഇതാ കേട്ടിടൂ നിറതീര. സൽസലാത്തും നല്ല സലാമും തീർത്ത് ഞങ്ങൾ പാടിടുന്നേ. സൽസലാത്തും നല്ല സലാമും തീർത്ത് ഞങ്ങൾ പാടിടുന്നേ. പിടിച്ചു കെട്ടി നിറവേച്ച് മുട്ട ശരീരം ചുട്ടുകടിച്ച് കാറ്റിൽ പറത്തിയിട്ടും പിന്നെയും മതി വരാതെ അദ്ദേഹത്തിന്റെ ധീരചരിത്രം ചരിത്രം വായിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തോടു കൂടെ ജനാധിപത്യത്തെ നമ്മെ ഒരുമിച്ച് കൂട്ടട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഞങ്ങൾ അവസാനിക്കുകയാണ്.